രാവിലെ വീട്ടിലൊരു പ്ലസൻറ്റ് സ്മെല്ലുണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി. അങ്ങനെ മണമൊക്കെ കത്തിച്ച് വെച്ചപ്പോഴത്തേക്കിനും നല്ലൊരു കാഴ്ചയും കണ്ടേ. കുഞ്ഞു ബേബീസ് രണ്ടുപേരും ഇന്ന് രാവിലെ എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉഷാറായിരുന്നു. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറിയപ്പോൾ കുറേയധികം കിഴങ്ങും ഉണ്ടായിരുന്നു, കുറച്ച് സവാള ഉണ്ടായിരുന്നു. പിന്നെ തലേന്നത്തെ നമ്മുടെ ദോശയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ മസാല ദോശ വെക്കാം. അതാകുമ്പോൾ സെപ്പറേറ്റ് കറിയൊന്നും പ്രിപ്പയർ ചെയ്യണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ കിഴങ്ങും നമ്മുടെ സവാളയും വേവിക്കാൻ വെച്ചു. പിന്നെ ഒരു കളർ ഭംഗിക്ക് ഞാൻ കുറച്ച് നമ്മുടെ ബീട്രൂട്ട് കൂടെ അരിഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ കൈ നന്നായിട്ടൊന്ന് മുറിഞ്ഞ് നന്നായി പൊളന്ന് പോയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി എൻ്റെ കൈ നന്നായിട്ട് മുറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വെന്ത് വന്ന സമയത്ത് ഒരു മാഷർ വെച്ചിട്ട് ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഞാനിട്ട് കുറച്ച് ബട്ടർ ഇട്ടു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ദോശ മാവ് ഒഴിച്ച് നന്നായിട്ട് കനത്തിൽ ചുടരുത്, കനം കുറച്ചിട്ട് നല്ലൊരു ദോശയും കിട്ടിയിട്ട് അത് നന്നായിട്ട് മൊരിഞ്ഞ് ഈ മസാല ദോശയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞില്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല, ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് ആ ഒരു കൂട്ട് അതിലേക്ക് മിക്സ് ചെയ്തത് വെച്ചത് പരത്തി കൊടുത്തിട്ട് ഒരു ഭംഗിക്കാണ് അടുപ്പിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ത്രികോണ ഷേപ്പ് ഉണ്ടാക്കി. അതാകുമ്പോൾ പാത്രത്തിൽ വെക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ പാത്രത്തിലാക്കി ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊടുത്തു വിടാനാക്കി എല്ലാം റെഡിയാക്കി. എൻ്റെ കുഞ്ഞിപ്പൂപ്പ് തേവന്നിരിപ്പുണ്ട്, ഇതിലെല്ലാം കൈയിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുഞ്ഞിപ്പൂപ്പിനെ ഒന്ന് ഉറക്കണമായിരുന്നു. കുഞ്ഞിപ്പൂപ്പിനെ ആ സമയം ഞാൻ കൊണ്ടുപോയി കിടത്തി ഉറക്കി. വെളുപ്പിന് എൻ്റെ കൂടെ എണീക്കുന്നതാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതേ ഒരു യുദ്ധക്കളം കണ്ടില്ല. കുഞ്ഞിപ്പൂപ്പിയുടെ രാവിലത്തെ പണി ഇതൊക്കെ തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് വന്ന് ഷർട്ടൊക്കെ അയൺ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ആ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് തൂത്ത് വരും. കുഞ്ഞിപ്പൂപ്പ്